പിന്നെ താളുകറി, ഉച്ചയ്ക്ക് താളുകറി. വീട്ടിൽ തന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കഴിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ കഷ്ണങ്ങൾ, ഇലക്കറികൾ, ഉപ്പേരി അതുപോലൊന്നും പറ്റിണ്ടാവില്ലല്ലോ. പക്ഷെ എൻ്റെ മോള് എല്ലാതും കഴിക്കും. ചക്ക, മാങ്ങ എന്ത് വേണമെങ്കിലും അവൾ കഴിക്കും. കാരണം അംഗനവാടിയിൽ നിന്ന് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇലക്കറി ആയാലും പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന താളുകറി ഒക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം കുറേ നേരം രായി കൊണ്ടുള്ള പായസം ഒക്കെ പലതരത്തിൽ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോഷകത്തിന്റെ കുറവ് ഉണ്ടാവില്ല. കാരണം കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ആവേശമാണല്ലോ. ആ ആവേശത്തിൽ കുട്ടികൾ അങ്ങനെ കഴിച്ചു പോകുന്നുണ്ട്. എൻ്റെ മോൾക്കൊന്നും അതൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പൊ വേപ്പിൻ്റെ ഇല വരെ അവള് കഴിക്കുന്നുണ്ട്. മുടി കൂടുന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ കഴിക്കുന്നുണ്ട്. അപ്പൊ അംഗനവാടി പോയതിനു ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഓരോ പരിപാടി, ജൂൺ 5-ന് ചെടി നടലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവൾ ആവേശപൂർവ്വം എന്തെങ്കിലും സ്കൂളിൽ അംഗനവാടിയിൽ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയാ ചോദിച്ചാൽ അതൊക്കെ വീട്ടിൽ വന്ന് പറയുക. സംസാരം കൂടിയിട്ടുണ്ട്. അവളുടെ വാക്കുകളിൽ ഉച്ചാരണ ശുദ്ധി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറെ പ്രോഗ്രാമുകളിൽ ഇപ്പൊ അംഗനവാടിയിൽ തന്നെ ഓരോ പ്രോഗ്രാമുകളിൽ കൂട്ടായിട്ട് ചേർന്നിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാനടക്കം അവൾ പ്രാപ്തയായിട്ടുണ്ട്. കാരണം അവൾക്ക് പേടിയില്ല. അതൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കും. കുറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അംഗനവാടി പോകാനുള്ള ഒരു താല്പര്യം കൂട്ടിയിട്ടേ ഉണ്ടായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 15, നവംബർ 1 അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒരുമിച്ച് അംഗനവാടിയിൽ വെച്ചിട്ട് തന്നെ നടത്തുന്നുമുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികളെ കാണുന്നും പരിചയപ്പെടുന്നും ഒക്കെ റാലി പോവുക, എല്ലാ കാര്യത്തിലും എൻ്റെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ എനിക്ക് അംഗനവാടിയോടും വർക്കേക്കും അംഗനവാടി ടീച്ചറോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ മക്കൾക്കും എൻ്റെ കുട്ടിയെ പോലെ നിങ്ങളെ മക്കൾക്കും ഇതേപോലെ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അംഗനവാടിയിൽ എല്ലാവരും മക്കളെ ചേർക്കുക. നന്ദി, നമസ്കാരം.